നാം ഇന്ന് പറയാൻ പോകുന്നത് നോമ്പുകാരന്റെ കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോമ്പുകാരൻ ഫർളായ നിർബന്ധമായ കുളി, സുന്നത്തായ കുളി, ഇതൊക്കെ എപ്പോൾ കുളിക്കണം? പകലിൽ കുളിച്ച് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പറയാൻ പോകുന്നത് നോമ്പുകാരന്റെ കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സ്ഖലനം സംഭവിക്കുക, ഹശ്വ ഫർജിൽ പ്രവേശിക്കുക, സ്ഖലനം അത് സ്വപ്നസ്ഖലനമാകാം, എങ്ങനെ ആയാലും മനിയെ പുറപ്പെടൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഹശ്വ ഫർജിൽ പ്രവേശിക്കുക, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക, ജിമാ ചെയ്യുക. അതുപോലെ തന്നെ ആർത്തവ രക്തം മുറിയുക, ഹൈദ് രക്തം നോമ്പിന് നിൽക്കാൻ സാധ്യതയുണ്ടല്ലോ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിഫാസ് രക്തം നിൽക്കുക, പ്രസവ രക്തം നിൽക്കുക. അതുപോലെ തന്നെ പ്രസവാനന്തരമുള്ള കുളി, അതുപോലെ തന്നെ ഷഹീദല്ലാത്ത ഒരാൾ മരണപ്പെടുക, ഇതൊക്കെ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ ഈ കുളി നിർബന്ധമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ നോമ്പുള്ള സമയത്ത് സംഭവിച്ചാൽ എന്തായി? രാത്രി കാലങ്ങളിൽ മനി പുറപ്പെട്ടു, സ്ഖലനം ഉണ്ടായി, അല്ലെങ്കിൽ ജിമാ ഉണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം? എപ്പോൾ കുളിക്കണം? അത് പകലിൽ കുളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ സംശയം. നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോ സുബഹിന്റെ മുമ്പ്, അതായത് ഒരാൾക്ക് നിർബന്ധമായ കുളിയുണ്ട്, നോമ്പ് സമയമാണ്. അപ്പൊ സുബഹിന്റെ മുമ്പ്, ഫജറിന് മുമ്പ് കുളിക്കലാണ് ഏറ്റവും സുന്നത്തായ കാര്യം, ഏറ്റവും അഫ്ളലായത് അതാണ്. മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് സുബഹിന്റെ മുമ്പ് കുളിക്കണമെന്നാണ്. നിർബന്ധമായ കുളികളും അതിന് സുന്നത്തായ കുളിയാണെങ്കിലും സുബഹിന്റെ മുമ്പ് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി, ശരീരത്തിന് ഒരു ഉന്മേഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കുളിക്കുമല്ലോ. ആ കുളിയാണെങ്കിലും അത് സുബഹിന്റെ മുമ്പ്, ഫജറിന് മുമ്പ് കുളിക്കലാണ് ഏറ്റവും ഉത്തമം, സുന്നത്തായത് അതാണ്. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും സുബഹിന്റെ മുമ്പ് കുളിക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ കുളിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? കുളിക്കാൻ മറന്നുപോയി, സുബഹിന് മുമ്പ് കുളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, നിർബന്ധമായ കുളിയുണ്ട്, സുബഹിന് മുമ്പ് കുളിച്ചിട്ടില്ല, അപ്പൊ അവർക്ക് നിയ്യത്ത് വെച്ച് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നോമ്പിന്റെ നിയ്യത്തും കുളിയുമായിട്ടൊരു ബന്ധമില്ല. കുളി, നിർബന്ധമായ കുളി, ഫർളായ കുളി ഉണ്ടെങ്കിൽ അത് കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് പറ്റുകയുള്ളൂ. നിസ്കരിക്കണമെങ്കിൽ, സുബഹി നിസ്കരിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ളുഹർ നിസ്കരിക്കണമെങ്കിൽ, എല്ലാ നിസ്കാരങ്ങൾ നിർവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫർളായ കുളി ഉണ്ടെങ്കിൽ ആ കുളി എന്ത് ചെയ്യണം? കുളിച്ചിരിക്കണം. പക്ഷേ ഫർളായ കുളി ഉണ്ടെങ്കിൽ നോമ്പിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് യാതൊരു വിഷയവുമില്ല, നോമ്പ് നോൽക്കാം. പക്ഷെ പകലിൽ കുളിക്കുമ്പോൾ, പകൽ ഫർളായ കുളിയൊക്കെ കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ എന്താവും? നോമ്പ് മുറിയും. അത് നമുക്ക് ആ സാഹചര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യാം, എപ്പോഴൊക്കെയാണ് നോമ്പ് മുറിയുന്നത്, മുറിയാത്തത്. അപ്പോ സുബഹിന്റെ മുമ്പാണ് കുളിക്കേണ്ടത്. അതിനുള്ള കാരണം പറയുന്നത്, നോമ്പിന്റെ തുടക്കം തന്നെ ശുദ്ധിയുള്ളവനായിട്ട് തുടങ്ങാമല്ലോ എന്നാണ്. ഒരു വ്രതത്തിന്റെ ആരംഭം തന്നെ ശുദ്ധിയുള്ളവനായ നിലക്കാവുമല്ലോ എന്നാണ് സുബഹിന്റെ മുമ്പ് കുളിക്കുന്നത് കൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നതായിട്ടുള്ളത്, അത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ ഇനി മുങ്ങി കുളിക്കുക. ഇനി എന്തായി? ഒരാൾ മറന്നു, സുബഹിന് മുമ്പ് കുളിക്കാൻ എന്തില്ല, കഴിഞ്ഞില്ല, പല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മറന്നുപോയി. അങ്ങനെ സുബഹിന് ശേഷം കുളിക്കുമ്പോൾ മുങ്ങിക്കുളിക്കൽ നോമ്പുകാരന് കറാഹത്താണ്, ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മുങ്ങിക്കുളിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? ജനാബത്തായ കുളിയാകട്ടെ, അല്ലാത്ത സുന്നത്തായ കുളിയാകട്ടെ, ഏത് കുളിയാണെങ്കിലും ഒരാൾ നോമ്പിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ മുങ്ങിക്കുളിച്ചു. അങ്ങനെ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ്. അങ്ങനെ മുങ്ങിക്കുളിച്ചൊരു ചെവിയിലൂടെയോ മൂക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റു തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടെയൊക്കെ വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ നോമ്പ് മുറിയുന്നതാണ്, അങ്ങനെ മുങ്ങിക്കുളിച്ച് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ. ഇനി ഒരാൾ എന്ത് ചെയ്തു? മുങ്ങിക്കുളിക്കുകയല്ല, സാധാരണ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയാണ്, സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഷവർ കൊണ്ട് കുളിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും അങ്ങനെ സാധാരണ രീതിയിൽ കുളിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? നിർബന്ധമായിട്ടുള്ള ഫർള് കുളി കുളിക്കുകയാണ്, അല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള കുളി എന്താണെങ്കിലും അങ്ങനെ കുളിക്കുന്ന സമയത്ത് എന്തായി? ഉള്ളിലേക്ക് യാദൃശ്ചികമായി അറിയാതെ വെള്ളം പ്രവേശിച്ചു. യാദൃശ്ചികമായി അറിയാതെ ചെവിയുടെ ഉള്ളിലൂടെയോ അല്ലെങ്കിൽ വായുടെ ഉള്ളിലൂടെയോ ഒക്കെ വെള്ളം എന്തായി? ഉള്ളിലേക്ക് പ്രവേശിച്ചു. അറിയാതെ സംഭവിച്ചാണ്, യാദൃശ്ചികമായി സംഭവിച്ചാണ്. അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് മുറിയുകയില്ല. യാദൃശ്ചികമായിട്ടാണല്ലോ, അറിയാതെയാണല്ലോ.
പക്ഷെ അവിടെ നന്നായിട്ട് സൂക്ഷ്മത പുലർത്തണം. അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് എന്താവണം? നന്നായിട്ട് സൂക്ഷിക്കണം. വെള്ളം കയറാൻ പാടില്ല. അങ്ങനെ യാദൃശികമായി ഇനി ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ അവിടെ നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് സാധാരണ കുളി കുളിക്കുമ്പോൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉളു ചെയ്യണം. ഉളു ചെയ്യുമ്പോൾ എന്ത് മുബാലകത്തില്ല. മുബാലകത്ത് അതായത് ഒന്ന് കയറ്റി കഴുകൽ, അതായത് ഒന്ന് ഉപ്ലിക്കോ മിസ്വാക്ക് ചെയ്യൽ, അതുപോലെയുള്ള ഒന്ന് കൈ മുട്ടിന്റെ മുകളിലേക്ക് കയറ്റി കഴുകൽ, അങ്ങനെയുള്ള മുബാലകത്ത് നോമ്പല്ലാത്തപ്പോൾ സുന്നത്താണ്. നോമ്പിന്റെ സമയത്ത് എന്തില്ല? സുന്നത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവന് മുബാലകത്ത് ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള ഒരു ഉളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഉളു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികരിപ്പിച്ചിട്ടില്ല, അമിതമാക്കിയിട്ടില്ല. അങ്ങനെ സാധാരണ ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായി? ഉള്ളിലേക്ക്, വായിന്റെ ഉള്ളിലൂടെയൊക്കെ അറിയാതെ എന്തായി? ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ, അറിയാതെ യാദൃശികമായി എന്ത് ചെയ്തു? ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ചാൽ നോമ്പ് മുറിയുകയില്ല. അത് യാദൃശികമായി സംഭവിച്ചതാണല്ലോ, അറിയാതെ സംഭവിച്ചതാണല്ലോ. അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷ്മത പുലർത്തണം. ഉള്ളിലേക്ക് വെള്ളം കയറുന്ന കാര്യത്തിൽ നല്ല സൂക്ഷ്മത അവിടെ നമ്മൾ പുലർത്തണം. അങ്ങനെ സൂക്ഷ്മത പുലർത്തി സാധാരണ രീതിയിൽ ഒന്നു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തായി? ഉള്ളിലേക്ക് അറിയാതെ വെള്ളം പ്രവേശിച്ചാൽ അവിടെ നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ വായിലൊക്കെ നെജസായി, ആ നെജസ് കഴുകി കളയുന്ന സമയത്ത് എന്തായി? അറിയാതെ വെള്ളം ഉള്ളിലേക്ക് പോയി. അവിടെ എന്താവൂല? അറിയാതെ സംഭവിച്ചതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല, നോമ്പ് മുറിയുകയില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ ഇക്കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലോണം സൂക്ഷ്മത പുലർത്തണം. ഉള്ളിലേക്ക് വെള്ളം കയറാതെ നമ്മൾ സൂക്ഷിക്കണം. ഏറ്റവും നല്ലത് എന്താണ്? കുളിയൊക്കെ സുബഹിന് മുമ്പാക്കുന്നതാണ് ഏറ്റവും നല്ലത്. സുന്നത്താണ്. അവിടെ നമുക്ക് കുറെ പ്രതിഫലവും കിട്ടും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പകലിൽ കുളിക്കേണ്ട സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചിലർ പറയും നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം കുളിക്കാൻ പാടില്ല എന്നൊക്കെ. അവിടെ കുളിക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. കുളിക്കുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലായി പോവുകയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ എന്തായി? പകൽ കുളിക്കുമ്പോൾ മുങ്ങി കുളിച്ച് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ എന്താ? നോമ്പ് ബാത്തിലാവുമെന്നാണ്. അത്തരം സാഹചര്യങ്ങൾ, ഉള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ചാൽ മതി. അത് പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോ ഇനി നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ എല്ലാവരും എന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.